നോക്കി പിടിച്ചോളേ സംഗതി സാധനം പറയാ ഡേഞ്ചറാണ് നോക്കിട്ട് സേഫ് ആയിരിക്കട്ടെ. അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കുറച്ച് ഭീകരന്മാരെ ചില്ലിയാക്കൽ അല്ലേ, വറുത്തെടുക്കൽ. സംഗതി വേറെ ലെവലാണ്ടാ. പക്ഷെ എന്താണ് വിഷയം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൗസ് ഒന്നും ഇടാണ്ടത് തൊടാൻ പറ്റില്ല കേട്ടാ. നമ്മുടെ നാട്ടില് അതിഭീകരമായ ആളുകളാണ്. ഭയങ്കര കെയർഫുൾ ആയിട്ട്. പക്ഷെ ഇവിടെ ഉള്ള ആളുകൾക്ക് അത് പ്രശ്നമല്ല കേട്ടാ. ഇവിടെ ഉള്ള ആളുകൾ ഇത് സുഖമായിട്ട് നല്ല കറി വെച്ച് പുറത്ത് വറുത്ത് കഴിക്കുന്ന ആളുകളാണ്. അപ്പൊ തുറക്കട്ടെ? പേടിയില്ലല്ലോ. എന്താ സാധനം എന്നറിയോ? ഇതാ കുപ്പിക്കുള്ളിൽ കിടക്കുന്നത് തുളച്ച് വരുന്നുണ്ട്. ഇതെന്നാ ഇഷ്ടം പോലെ സാധനം ഉണ്ട് നമ്മളിതാ, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ നമുക്കേ ഇത് മെല്ലെ അൺബോക്സ് ചെയ്യാം. എന്ത് അൺബോക്സിംഗ് ആണ്. ഒരുപാട് കാണാത്ര പോകുന്ന കുപ്പിയാണ്. അതെ. അപ്പൊ നമുക്ക് പതുക്കെ തുറക്കട്ടാ. ഇതോട് ഭയങ്കര വിലയുള്ള സാധനം കേട്ടാ. ഇതെന്നാ എല്ലാം ജീവനുള്ളതാ. ജീവനില്ലാത്തൊരു പരിപാടി ഇവിടില്ല. എല്ലാത്തിനും ജീവനുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഇവിടെ തുറന്നു വിട്ടാ പിന്നെ പണിയായി. അതെ. ഏകദേശം 1000 കണക്കിന് ഉണ്ടാവില്ലേ? 10,000 ഉണ്ടാന്ന് തോന്നുന്നു അല്ലേ? 1000 പക്ഷെ ഇങ്ങനെയുള്ള പാത്രത്തിൽ ഇത് ഇടാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതെന്താ പറയാ, ഇത് കയറിക്കളയും. ഇതിന്റെ വാലിലാണ് ഇതിന് പോയിസൺ കേട്ടാ. വിഷം ഒരു പ്രത്യേക മണമില്ലേ? അല്ലേ ഫിറോസ്ക, നമ്മള് ഫസ്റ്റ് പോയപ്പോ ഒരെണ്ണത്ത് 30 പറഞ്ഞു. അന്വേഷിച്ച് എത്ര ദിവസം നടന്നു നമ്മൾ ഇതിനു വേണ്ടിട്ട്, എത്ര കഷ്ടപ്പെടുത്താണ്. ഇത് ചെറിയ സംഭവം സാധനം ഉണ്ട്. അപ്പൊ നമുക്കിത് ക്ലീൻ ചെയ്ത് അല്ലേ, ഇതിനൊക്കെ ശരിയായി ക്ലീൻ ചെയ്ത് നല്ല അടിപൊളി ചില്ലി ഉണ്ടാക്കി എടുക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഇത് റെഡിയാക്കി എടുക്കാം. നമുക്ക് നല്ല പോലെ കഴുകിയെടുക്കല്ലേ. അൻപുക കൈട്ടൊന്ന് കഴുകുവോ? സംഭവം പ്രശ്നമൊന്നുമില്ല. എന്നാലും നമുക്ക് ആദ്യം മുതലെല്ലാം പേടി. അതെ അതെ അതെ, തീളന്നൊരിതില്ലേ. പിന്നെ അതുമല്ല, ഇതിങ്ങനെ കാണുമ്പോഴൊരു മടി ഉണ്ടല്ലോ. നാട്ടിപ്പ് സൂപ്പറല്ലേ, ആ മോഡലെടുത്ത് ചട്ടിക്കല്ലേ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ചല്ലേ, കുറേശ്ശെ ഇടും. ഈ വെള്ളം പറ്റിയ സംഗതി ആയില്ല. സംഗതി റെഡിയാ. അത്രയേ ഉള്ളൂ കേട്ടോ. അതൊക്കെ എന്താ മാണവല്ലേ. എന്താ മണം. കുറച്ച് ഇഞ്ചി വറുത്തെടുക്കാം അല്ലേ, വെളുത്തുള്ളി വറുത്തെടുക്കാം. ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ കോരണമെന്നുള്ളതാണ്. കുറച്ച് ഉണക്കമുളക് വറുത്തെടുക്കാം. മുളക് പെട്ടെന്ന് കരിഞ്ഞു കൊണ്ടിരിക്കും. ഇനി കുറച്ച് ഇവിടുത്തെ പുല്ല്
അപ്പോൾ നമ്മളിതിൽ ഇത്ര നേരം ഉപ്പിട്ടില്ല കേട്ടാ. ഉപ്പ് വേണ്ടേ? ഉപ്പിടണല്ലോ. ഉപ്പ് ഇതിന് മുകളിലാണ് ഇടുക കേട്ടാ. അപ്പോഴാ ടേസ്റ്റ് വരും. അതെ, നമ്മൾ തായ്ലാൻഡൊക്കെ പോയി സാധനം വാങ്ങിച്ചാണല്ലോ. അങ്ങനെയാണ് ഉപ്പിടുക കേട്ടാ. ഇത് ഇവരുടെ മസാലയാണ് കേട്ടാ. ഇതിലെല്ലാ സാധനവും മിക്സ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇതിൽ വെതറി കൊടുക്കാം. അത് അതെ. അപ്പോൾ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. ഇത് ഇതിലേക്ക് ഡെക്കറേഷൻ നല്ല മണം കിട്ടും. അതൊക്കെ നല്ല അടിപൊളി. ഇത് മിക്സ് വരും. പ്ലേറ്റിങ് ആണ്. ആഹാ ആഹാ എന്താ മണം. അപ്പോൾ നമ്മളങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണം. എടുത്തോളൂ സൈർ ഭായി. അപ്പോൾ ഇത് കഴിക്കുമ്പോൾ എങ്ങനെ അറിയോ, ഇതിന്റെ വാലില്ലേ ആൻഫിൽക്ക, ഇത് വാലിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ ഈ കറുപ്പ് വരുന്നുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം കഴിക്കാൻ കേട്ടാ. ഇത് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തായ്ലാൻഡിലൊക്കെ തരാ. ഈ സാധനം കട്ട് ചെയ്യുക, അതോടെ വയ്ക്കുക. അതിൽ മുള്ളുണ്ട്. ഇത് വലിയ ഇതാണെങ്കിൽ നമുക്ക് മുള്ള്, എന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഇതിൽ മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൊണ്ടുവരാം. ഇത് ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയാം, നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമായിരുന്നു. ഫിറോസ് ഖാന്റെ പ്രിപ്പറേഷൻ കണ്ടിട്ട് ഇപ്പൊ അത് കഴിക്കാൻ തോന്നുന്നു. ശരിക്കും ഇവിടെ മുറുക്ക് മിച്ചറൊക്കെ പോലെയാണ് ഇവിടെ ആളുകൾ കഴിക്കുന്നത്. ഇതാടാ നല്ല ക്രിസ്പി ആയിട്ടില്ല സാധനം. ഇതൊക്കെ നമ്മൾ പേടിക്കുന്ന സാധനമാണ്. ഇതൊക്കെ ഉണ്ടാക്കിയില്ലേ. ഇത് തായ്ലാന്റ്, അതുപോലെ തന്നെ ചൈനയില് കുറവാണ്. എല്ലാ പ്രൊവിൻസിലും ഇല്ല. നമ്മള് മ്യാൻമാർ കംബോഡിയ ഒക്കെയാണ്. മ്യാൻമാർ നല്ലോണം കഴിക്കും. ഇതിന് വൈകുന്നേരം നമ്മൾ ചായ കുടിക്കുമ്പോൾ സ്നാക്സ് ഒക്കെ കഴിക്കില്ലേ, അതുപോലെ. പക്ഷെ അതേപോലെ കറുമുറുവായത്. അതെ, ഈ തേളില് നമ്മുടെ നാട്ടില് മണിത്തേളെന്നാ പറയട്ടാ. ഇത് വിഷമുള്ളതാണത്. ഇത് നമ്മൾ ജീവനോട് ഇരിക്കുമ്പോൾ കുത്തിയ വിഷമുണ്ട്. പക്ഷെ ഇങ്ങനെ നമ്മൾ വാലൊക്കെ മുറിച്ച് കഴിക്കുമ്പോൾ പ്രശ്നമില്ല. ഇത് ഇപ്പം ഈ മുള്ളു കുത്തിയാലും വിഷം കയറില്ല. കാരണം എന്തറിയോ, ഇത് ജീവനോടെ ഉണ്ടെങ്കിൽ മാത്രം അത് ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്യുള്ളൂ. പിന്നെ ചൈനക്കാർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് വൈൻ ഉണ്ടാക്കാൻ വേണ്ടി. ഇവിടെ എല്ലാം മിക്കവാറും എല്ലാ സാധനവും ഇവർ കഴിക്കും. അതാണ് എന്റെ യാഥാർത്ഥ്യം. എല്ലാ സാധനവും ഇവർ കഴിക്കും. അപ്പൊ ഇത് നമ്മൾ എന്തായാലും കഴിക്കില്ല. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. അല്ല, നമുക്കിത് കഴിക്കുന്ന ആളുകളുണ്ട്, അവർക്ക് കൊടുത്തു അവർ കഴിക്കട്ടെ. ഇതിന് അത്യാവശ്യം എക്സ്പെൻസീവ് ഉള്ള സാധനം ഉണ്ടാ. ചെറിയ പൈസ കിട്ടണമെന്നൊന്നുമില്ല, നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനമാണ്. അപ്പൊ എന്തായാലും സംഭവം അടിപൊളി. ഇവർക്ക് എന്തായാലും അടിപൊളിയായിട്ട് കഴിക്കാം. ഫിറോസ് ഖാൻ കുക്ക് ചെയ്തത് ഇവരെ റെസിപ്പിയിലാണ്. അതെ, നമ്മൾ രാവിലെ വരാൻ പറഞ്ഞിട്ട് നമുക്ക് അദ്ദേഹത്തിന് കൊടുത്തു വിടണം. അപ്പൊ അദ്ദേഹത്തിന് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇത് കൊടുക്കട്ടെ. നമ്മളിപ്പോ നടന്ന് കൊടുക്കാനുള്ള സമയം ആഘോഷമാക്കും. അതെ, മഴ വരുന്നുണ്ടാ. മഴ ഒരു ലക്ഷണമുള്ളതുകൊണ്ട് നമുക്ക് നടന്ന് കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അവരിന്ന് കൊണ്ടുപോയി എൻജോയ് ചെയ്യട്ടെ അല്ലേ. ഇത് ഇന്ത്യയിൽ ഒരു കാരണവശാലും നിങ്ങൾ ഇത് അനുകരിക്കാൻ നിൽക്കരുത്. ഇവിടെ നിൽക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അത് ആ രാജ്യത്ത് എന്താണ് നടക്കുന്നത് അതേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിരോധിച്ച സാധനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ ഒന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത് അല്ലേ. അപ്പോൾ സഹീർ ഭായ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സഹീർ ഭായ് ഇവിടെ നിന്ന് നാട്ടിലേക്ക്, അതുപോലെ തന്നെ GCC കൺട്രിയിലേക്ക്, ലോകം മുഴുവൻ ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നമുക്ക് എന്തെങ്കിലും പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ സഹീർ ഭായിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സഹീർ ഭായ് എന്ത് കാട്ടും, അത് നമുക്ക് നാട്ടിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് തരും. അത് വെറുതെ അല്ല കേട്ടോ, നല്ല വിശ്വാസ്യതയോടും ക്വാളിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് വളരെ കൃത്യമായിട്ടാണ് ഇവരുടെ പരിപാടി നടക്കുന്നത്. ഏകദേശം 10-18 വർഷമായി സഹീർ ഭായ് ഇവിടെ തന്നെ. സഹീർ ഭായിൻ്റെ ഓഫീസൊക്കെ ഇവിടെ തന്നെ. 2007 അതെ, ഇവിടെ സഹീർ ഭായിക്ക് 3 സ്ഥലങ്ങളിൽ ഓഫീസുണ്ട് അല്ലേ. കുറേ സ്റ്റാഫുകളുണ്ട്. ആ സ്റ്റാഫുകളിൽ കുറെ ആളുകൾക്ക് അടിപൊളി ആളുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. അതെ, നമ്മൾ വിചാരിച്ചല്ല ശരിക്കും ചൈന നമ്മൾ അതെ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് പ്രൊഡക്റ്റ് അതിന് ആവശ്യമുണ്ട്, അതിന്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ സഹീർ ഭായിന്റെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുക. അതിൽ ഫോട്ടോ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാട്ടിൽ സേഫ് ആയിട്ട് സാധനം എത്തും അല്ലേ. കമ്പനി നമ്പറാണ്. സഹീർ ഭായി നേരിട്ട് വിളിച്ചാൽ കിട്ടില്ല, കമ്പനി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റാഫുകളായിരിക്കും ഇതൊക്കെ കണക്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇവിടെ ഒന്ന് നല്ലൊരു അനുഭവമായി അല്ലേ. പിന്നെ ഇവിടുത്തെ കുറേ ആളുകൾ നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ തേളിൽ നമ്മൾ ഗ്രിൽ ചെയ്തു. ഇത് നമ്മുടെ സുഹൃത്തിനെ ഏൽപ്പിച്ച് അവർ കൊണ്ടുപോയിട്ട് എൻജോയ് ചെയ്യും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങൾ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ബെല്ലൈക്കൺ കൂടി അറിയപ്പെടുന്നത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നായിരിക്കും. മനസ്സിലാക്കാം, ഈ പാത്രവും ചട്ടിയൊക്കെ നമ്മൾ വാങ്ങിച്ചാണ്. അപ്പോൾ ഇതും ചേർത്ത് നമുക്ക് എന്ത് കാണിക്കാം, നമ്മുടെ സുഹൃത്തിന് നല്ല പുതിയ പാത്രമാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് വന്നിട്ട് സുഹൃത്തിന് നമ്മൾ ഇത് കൈമാറണം. ഓക്കെ, ബൈ ബൈ ബൈ.